ജൂൺ 19 വായനാ ദിനം. വായനാ ദിനം എന്ന് പറയുമ്പോഴേക്ക് അടുത്ത സുഹൃത്തിൻ്റെ ഒരു ഉണർത്തൽ. വായനാ ദിനം എന്നതിനേക്കാൾ ഏറെ നല്ലത് ദിന വായനക്കുള്ള പ്രേരണ, അതായത് വായന നമ്മുടെ ഒരു ദിനചര്യയിൽ ഭാഗമാവാനുള്ള പ്രേരണ. വായന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒട്ടേറെ നമ്മൾ സാമൂഹ്യ നിർമ്മിതിക്കോ കുടുംബ നിർമ്മിതിക്കോ വിദ്യാഭ്യാസ ബിസിനസ് വാണിജ്യ സമുച്ചയങ്ങൾ എന്തൊക്കെയാവട്ടെ എല്ലാത്തിൻ്റെയും ആധാരം അറിവാണ്. ഈ അറിവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അറിവ് മാത്രമല്ല, ആനന്ദവും വായനയിലൂടെ ലഭിക്കുന്നു, സംതൃപ്തി എല്ലാം ലഭിക്കുന്നത് വായനയിലൂടെയാണ്. പുസ്തക വായന, പത്രപാരായണം ഇങ്ങനെ തുടങ്ങി വായന മനുഷ്യനെ ഒരുപാട് മാറ്റുന്നുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കൊച്ചു കാട്ടാളനെ ഒന്നാം തരം മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. സത്യത്തിൽ അതിൻ്റെയൊക്കെ നിധാനം വായനയാണ്, അറിവിൻ്റെ ആധാരം വായനയാണ്. വായന എന്നൊക്കെ പറയുമ്പോഴേക്ക് നമുക്ക് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ലൈബ്രറിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രറികളിലേക്കൊക്കെ നമ്മുടെ മനസ്സ് ചെന്നെത്തുമെങ്കിലും ഇന്ന് അങ്ങനെ പോയി വായിക്കാനുള്ള ഒഴിവ് പലപ്പോഴും പുസ്തകങ്ങളും മറ്റ് അച്ചടി പ്രസിദ്ധീകരണങ്ങളൊക്കെ അന്യം നിന്ന് പോകുമെന്ന് ഭയപ്പെട്ട് അത്രയും വ്യാപകമായി ദൃശ്യമാധ്യമങ്ങളും മറ്റ് മൊബൈൽ സംവിധാനങ്ങളുമൊക്കെ സമ്മാനിച്ചിട്ട് പോലും ഇന്നും നമുക്ക് ഒഴിച്ചു നിർത്താൻ കഴിയാതെ പുസ്തക വായന തന്നെ ദിനചര്യയെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിനചര്യയായി വായനയുമായി കൊണ്ടുപോകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അതിനകത്ത് ആനന്ദവും അറിവും നമുക്ക് ലഭിക്കുന്നുവെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ശുഷ്കിച്ചു പോകുന്ന, അതായത് നമുക്ക് ലൈബ്രറികൾ, നമ്മുടെ കലാലയങ്ങളിലെ ലൈബ്രറികളിലേക്കോ നാട്ടുപ്രദേശത്തെ പബ്ലിക് വായനശാലയിലൊക്കെ നടന്നു ചെന്ന് വായിക്കാൻ മാത്രമുള്ള ഒരു സമയം ഇന്ന് നമുക്കില്ലെങ്കിൽ, ഇന്ന് നമ്മുടെയൊക്കെ വിരൽത്തുമ്പിൽ അത് ആധ്യാത്മിക വായനകളായിരുന്നാലും ഭൗതിക വായനകളായാലും തന്നെ സൗകര്യങ്ങൾ ഒട്ടേറെ നമുക്കുണ്ട്. വായനയുടെ പ്രാധാന്യം നമുക്കറിയാം. ഒരു വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ആദ്യ അക്ഷരം തന്നെ ഇഖ്റ എന്ന് തുടങ്ങിക്കൊണ്ടാണ്. വായിക്കുക, നിങ്ങൾ വായിച്ചു തുടങ്ങുക എന്ന പേരിലാണ് ലോകത്തൊരു പ്രസിദ്ധമായ മതഗ്രന്ഥത്തിൻ്റെ തുടക്കം പോലും. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. വായന നമുക്ക് നമ്മുടെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ തലയുയർത്തി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനമാണെങ്കിൽ, നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കറുടെ കഥ വായിക്കുമ്പോൾ അദ്ദേഹമൊക്കെ ചെറുപ്പകാലത്തിൽ തൻ്റെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഒരു കഷ്ണം റൊട്ടിയുമായി തൻ്റെ കലാലയത്തിൽ ആ റൊട്ടി കഴിച്ച് അവിടുത്തെ സിംഹഭായം വായനയിൽ ചെലവഴിച്ചതൊക്കെ അംബേദ്കറുടെ കഥ വായിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ആ ഒരു പ്രതിസന്ധിയും തൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അംബേദ്കർ തുടങ്ങിയ വായനയാണ് ഇന്ന് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഇന്നത്തെ വർത്തമാന സാഹചര്യങ്ങളുടെ സർവ്വ പ്രതികൂലതയും അതിജീവിക്കാൻ മാത്രം ഇന്ത്യ രാജ്യത്തെ ഭാരതത്തിന്റെ അഖണ്ഡതയെ നിലനിർത്തുമാറ് ഉയർത്തുമാറ് നമ്മളെ നെഞ്ചിലേറ്റാൻ കഴിയുന്ന ഭരണഘടന സമ്മാനിച്ച അംബേദ്കറുടെ വായനയാണ് തുടക്കം. ഇങ്ങനെ ലോകത്ത് നമുക്ക് ആനന്ദവും അഭിമാനവും വൈജ്ഞാനികമായ ഉത്തേജനവുമൊക്കെ നമ്മൾ അതിൻ്റെ ഒക്കെ പുറകിൽ ആധാരമായി വായന കാണാം. വായന എന്ന് പറഞ്ഞാൽ അത് അക്ഷരങ്ങളല്ല, ആശയവായന, ഇമാജിനേഷൻ തുടങ്ങി മനുഷ്യൻ്റെ മനസ്സിലോട്ട് ചിത്രങ്ങളും ആശയങ്ങളും സങ്കല്പങ്ങളും എന്ന് പറഞ്ഞ വായനാശീലം, അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകങ്ങളെ തേടി പോകേണ്ട ഇന്ന് നമ്മുടെ കൈത്തുമ്പിൽ സംവിധാനം പെട്ടിരിക്കുന്നു എങ്കിൽ ഒരു വായനാശീലം നമുക്ക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള വായനാശീലം കുറെ കൂടെ പരിപോഷിപ്പിക്കുന്നത്, വായനാശീലം വർദ്ധിപ്പിക്കുന്നത് നമുക്ക് ആനന്ദം നൽകാൻ, നമ്മുടെ കുടുംബഘടനയും സാമൂഹ്യ നിർമ്മിതിക്കും രാഷ്ട്ര പുരോഗതിക്ക് സാമൂഹ്യ പുരോഗതിക്കൊക്കെ വലിയ സംഭാവനകൾ നൽകാൻ വായന നമുക്ക് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല, അറിവ് കൂടുന്തോറും അജ്ഞത കുറയുമെങ്കിൽ ഇരുട്ട് നമ്മുടെ രാമായണത്തെ അർത്ഥം വയ്ക്കുന്നത് പോലെ മാഞ്ഞു പോകണം, അറിവുകളും അധർമ്മങ്ങളും തിന്മകളും മാഞ്ഞു പോകുമാറ് വെളിച്ചം വീശാൻ ഇരുട്ടിനെ അകറ്റും വിധം സൗന്ദര്യവും സന്ദേശവും നമുക്ക് നൽകുകയാണെങ്കിൽ വായന വലിയ വിപ്ലവകര മാറ്റം വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും നിർമ്മിതിക്കും ഉണ്ടാക്കാൻ കഴിയും. വായനാ ദിനം നമുക്ക് വായന ദിനചര്യയാക്കി മാറ്റാനുള്ള പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് മുന്നേറാം.